വിവാദങ്ങൾക്കൊടുവിൽ കൊച്ചി കളമശ്ശേരിയിലെ സൈബർ സിറ്റി പദ്ധതിക്ക് തുടക്കം. വ്യവസായ മന്ത്രി എളമരം കരീം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വികസന പദ്ധതികളോട് കേരളീയർ അനുകൂലമായി പ്രതികരിച്ചു തുടങ്ങിയതായി മന്ത്രി പറഞ്ഞു. HMDയുടെ ഭൂമി വിട്ടുനൽകുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങളെ തുടർന്നാണ് കളമശ്ശേരിയിലെ സൈബർ സിറ്റി പദ്ധതി വിവാദമായത്. പിന്നീട് സുപ്രീം കോടതി വിധിയോടെയാണ് പദ്ധതിക്കായി ഭൂമി വിട്ടുനൽകിയത്. നിയമയുദ്ധം മൂലം 3 വർഷം വൈകിയാണ് പദ്ധതി ആരംഭിക്കുന്നത്. മുംബൈ ആസ്ഥാനമായ HDILന്റെ ഉപകമ്പനിയായ ബ്ലൂ സ്റ്റാർ റിയൽറ്റേഴ്സാണ് പദ്ധതി നടപ്പാക്കുന്നത്. 70 ഏക്കർ സ്ഥലമാണ് പദ്ധതിക്കായി വിട്ടുകൊടുത്തിരിക്കുന്നത്. 2300 കോടി രൂപ മുതൽ മുടക്കിൽ 10 ദശലക്ഷം ചതുരശ്രടി സ്ഥലത്താണ് സൈബർ സിറ്റി സ്ഥാപിക്കുന്നത്. ഇവിടെ IT മേഖലയിൽ 60,000 പേർക്കാണ് നേരിട്ട് തൊഴിലവസരങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേരളത്തെക്കുറിച്ചുള്ള വ്യവസായികളുടെ ധാരണകൾ മാറി തുടങ്ങിയതായി മന്ത്രി എളമരം കരീം പറഞ്ഞു. കേരളത്തോട്, കേരളത്തിന്റെ വികസന പ്രശ്നങ്ങളോട് വളരെ ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള നിലപാട് സ്വീകരിക്കാൻ കേരളീയർ സന്നദ്ധമായിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ കേരളത്തിന്റെ അന്തരീക്ഷം. സൈബർ സിറ്റിയിൽ 7 ദശലക്ഷം ചതുരശ്രടി സ്ഥലം IT ആവശ്യങ്ങൾക്ക് മാത്രമായി മാറ്റിവെക്കുമെന്ന് HDIL ചെയർമാൻ രാകേഷ് കുമാർ വാധവാൻ പറഞ്ഞു. To do the business, we are here to make something which is going to give employment to 60,000 people. ആകെ ഭൂമിയുടെ 20% സ്ഥലത്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക. ബാക്കി സ്ഥലം ഹരിതാഭമായി നിലനിർത്തും. 3 ഘട്ടങ്ങളായി പണി പൂർത്തിയാക്കുന്ന സൈബർ സിറ്റിയിൽ ആശുപത്രി, സ്കൂളുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങിയവയുണ്ടാകും. ഗതാഗത മന്ത്രി ജോസ് തെറ്റിയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മനോരമ ന്യൂസ്, കൊച്ചി.